പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നാം സുവിശേഷമാകുകയും സുവിശേഷം ഏകുകയും ചെയ്യുന്നവരായി മാറണം. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവ ശക്തിയാണ്. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന സന്ദേശമാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15 യേശു ശിഷ്യഗണത്തോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. യേശുവിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണമെങ്കിൽ യേശുവിനെക്കുറിച്ച് നാം കേൾക്കുകയും അറിയുകയും വേണം. യേശുവിനെക്കുറിച്ച് നാം കേൾക്കണമെങ്കിൽ യേശുവിനെക്കുറിച്ച് ആരെങ്കിലും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. യേശു ശിഷ്യന്മാർക്ക് നൽകിയ ഈ ദൗത്യം ഇന്ന് നാം ഓരോരുത്തരുമാണ് പിന്തുടരേണ്ടത്. അപ്പസ്തോല പ്രവർത്തനം 1:8 തിരുവചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നാം പലപ്പോഴും പറയും, വചനം പഠിക്കാൻ സാധിക്കുന്നില്ല, വചനം ഓർമ്മയിൽ നിൽക്കുന്നില്ല, അതുപോലെ വചനം പ്രഘോഷിക്കുവാനുള്ള കഴിവും ശക്തിയും ഒന്നും ഇല്ല എന്ന്. എന്നാൽ പരിശുദ്ധാത്മാവാണ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തത്. ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുവാൻ, യേശുവിന് സാക്ഷികളായി മാറുവാനും അവർക്ക് കഴിഞ്ഞു. അവർ യേശുവിൻ്റെ വചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിന് സാക്ഷികളായി മാറി. എല്ലാവർക്കും വചനം പ്രഘോഷിക്കാനുള്ള കഴിവ് ഒരുപക്ഷെ ദൈവം നൽകിയിട്ടില്ലായിരിക്കാം. എന്നാലും ഓരോ വ്യക്തിയിലൂടെയും പരിശുദ്ധാത്മാവ് വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത്. പ്രസംഗിക്കാൻ കഴിയുന്നില്ലെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന വഴി മറ്റുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ് നമുക്ക് സുവിശേഷമാകുവാനും സുവിശേഷം ഏകുവാനും കഴിയുന്നത്? നാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ നാം യേശുവിന് സാക്ഷികളായി മാറും. നാം വചനമായി മാറുകയും ചെയ്യും. മറ്റുള്ളവർക്ക് വചനം, ആ തത്വം, അതിൻ്റെ സന്തോഷവും സമാധാനവും നൽകാൻ കഴിവുള്ളവരായി നാം മാറുകയും ചെയ്യും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22 തിരുവചനം പറയുന്നുണ്ട്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുമെന്ന്. വചനം അനുവർത്തിക്കുന്നില്ല എങ്കിൽ നാം നമ്മുടെ ആത്മാവിനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. നാം വചനം ധാരാളം കേൾക്കുന്നുണ്ട്, പക്ഷേ അത് നമ്മുടെ ഹൃദയത്തിൽ തങ്ങുന്നില്ല. അതിനെന്താണ് കാരണം? വചനം ഹൃദയത്തിൽ തങ്ങാത്തതിന് കാരണം നാം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ദൈവം അയച്ച യേശുവിലും നാം വിശ്വസിക്കുന്നില്ല. നാം നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നാം പാലിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് അവരുടെ ആവശ്യം എന്താണെന്നറിഞ്ഞ് അവർക്ക് നന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ നമ്മുടെ സമയമോ ബുദ്ധിയോ ഉപയോഗിച്ച് ബുദ്ധിപരമായോ അവരെ സഹായിക്കുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വചനം പ്രാവർത്തികമായി മാറുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വഞ്ചനയും വിദ്വേഷവും അഹങ്കാരവും സ്വാർത്ഥ ചിന്തകളും എല്ലാം നാം മാറ്റുമ്പോഴും നാം വചനമായി മാറുകയാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഉള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിച്ചാൽ നാം വചനമാകുന്നു, മറ്റുള്ളവർക്ക് വചനം ഏകുകയും ചെയ്യുന്നു. നാം പലപ്പോഴും പറയുന്നത് വചനം കേൾക്കാൻ ബുദ്ധിമുട്ടില്ല, അത് സുഖകരവുമാണ്, പക്ഷേ വചനം പാലിക്കാൻ നമുക്ക് പ്രയാസമാണ് എന്നാണ്. എന്നാൽ തിരുവചനം എന്താണ് പറയുന്നത്? മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കും.
വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അതിനാൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറുമ്പോൾ സുവിശേഷമാകുകയും സുവിശേഷം ഏകുകയും ചെയ്യുന്നവരായി നാം മാറും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.